24 വയസ്സിൽ ബന്ധം ഒഴിഞ്ഞു 2 മക്കളുമായിട്ട് തെരുവിലിറങ്ങി. അത്രയും കഷ്ടപ്പെട്ട് ആഹാരമില്ല, ഉടുക്കത്തുണിയില്ല, ജീവിതമാർഗത്തിന് മാർഗവുമില്ലാതെ ഭഗവാനെ സേവ ചെയ്ത് അംഗൻവാടിയിലെ ഭക്ഷണവും മേടിച്ച് കഴിച്ച് മക്കളെയും വളർത്തി ഓച്ചയും പുല്ലും മറിച്ച് വിറ്റും ഇത്രയും കഷ്ടപ്പെട്ട് ഭഗവാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് 50 വർഷക്കാലം ഈ ജനുവരിയിലാവുന്നു. ഇന്ന് നല്ല രീതിയിൽ നാലുകെട്ടൊരു ക്ഷേത്രമൊക്കെ പണിഞ്ഞ് വന്ന ഭക്തരുടെ ഓരോ സങ്കടങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് തന്നെ ഭഗവാന്റെ ദർശനത്താൽ പൊങ്കാലയിട്ടും തങ്കവേൽ നോയമ്പൊക്കെ എടുത്തൊക്കെ 150 കുട്ടികളോടുണ്ട്. വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ ജോലിക്കാര്യം സാധിച്ചു കൊടുത്ത് ഗൾഫിൽ പോയി, മിലിറ്ററിയിൽ, നേവി, ന്യൂസിലാൻഡ്, ലണ്ടൻ ഇങ്ങനെയുള്ള പറയുന്ന ദിവസങ്ങൾ കൃത്യമായി അവർക്ക് അതിൻ്റെ ദർശനത്തിൽ പേപ്പറുകൾ കിട്ടുകയും പോവുകയും ചെയ്ത് വീടില്ലാത്തവർ വീട് കിട്ടുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരെല്ലാം ചെയ്ത് അവർക്കുള്ള കാര്യസാധ്യം നടത്തിയതിൻ്റെ അശ്വതി മഹോത്സവമാണ് ഇന്നത്തെ 1-ാം തുടക്കം. ഇന്നലെ 1-ാം തുടക്കം കഴിഞ്ഞു, ഇന്ന് 2-ാമത്തെയാണ്. ഇന്ന് സമൂഹ സദ്യകളെല്ലാം നടക്കുന്നു. നാളെ അതേപോലെ അതിഗംഭീരമായ സമൂഹ സദ്യ ക്ഷേത്രമകയാണ്. നല്ല രീതിയിൽ ഘോഷയാത്രയും കാവടിയും വേൽകുത്തും. 2026 ജാനുവരി 26-ാം തീയതി അശ്വതി മഹോത്സവത്തിൻ്റെ ഘോഷയാത്ര, കാവടി ഘോഷയാത്ര ഞാൻ തന്നെ നിരീശ്വര യുക്തിവാദികൾ വന്ന് പറഞ്ഞ് അവിടെ നിന്ന് വേൽ ദർശനം എടുത്താണ് വഴിവിളക്കുകളും സ്വീകരണവും കഴിഞ്ഞ് ഇവിടെ എത്തിച്ചേരുന്നത്. എല്ലാ ഭക്തരുടെയും നല്ല സാന്നിധ്യവും സഹകരണവും ഉണ്ടായി. ഇന്ന് നാലുകെട്ട് ക്ഷേത്രമാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും അരഞ്ഞ് നിലയും വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ള എല്ലാ ഭക്തരുകളും നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് അങ്ങനെ പോകട്ടെ. ഭക്തരും ഭഗവാനും ഞാനും അതിനൊപ്പം വരുന്ന ഭക്തരോടൊപ്പം ഉണ്ടു എന്നുറപ്പ് തരുന്നു. അവർക്കതിൽ നല്ലതായിട്ട് ഈ നിമിഷം വരെ നേർവഴിയിൽ എത്തുന്നുണ്ട്. ആരും വന്ന് പരാജയപ്പെട്ടിട്ടില്ല. ഭക്തിപുരസ്തരമായ ജ്യോതിഷ ഭക്തിയാണ് ഇവിടെ. മറ്റ് ദുർവ്യമായിട്ടുള്ള യാതൊന്നും തന്നെയില്ല. ദർശനത്താലുള്ള കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹവും തങ്കവേൽ പൂജ, പുളിസാദമൂട്ട്, മുട്ടുറക്ക്, ഗണപതി ഹോമം, മൃത്യുഞ്ജ ഹോമം, സുദർശന ഹോമം, കാര്യസിദ്ധി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭക്തർ നടത്തിയെടുത്താണ് അവരെ കാര്യങ്ങൾ മുന്നേറുന്നതും. അതിൻ്റെ ഒരു പിൻഗാമിയായി ഞാൻ നിൽക്കുന്നു. അതിൻ്റെ ഒരു കൺദൃഷ്ടിയായിട്ട് ഭഗവാൻ സുബ്രഹ്മണ്യനും വള്ളി ദേവയാനിയും ആ അനുഭവത്തിൽ ഇന്ന് നല്ല രീതിയിൽ ദേശം വരെ അറിയപ്പെടുന്നതും അതിൻ്റെ നിരീശ്വര യുക്തിവാദികൾ വന്ന് പറഞ്ഞ് അത് കിട്ടി വേൽ കുത്തണമെന്നായി വേൽ ദർശനം എടുത്തു. ഇപ്പോഴെനിക്ക് ഗോവാ ഗവർണറെ ഒരു പുരസ്കാര അവാർഡ് നിരീക്ഷണവും പരീക്ഷണവും നടത്തിയിട്ട് ഈ ക്ഷേത്രത്തിന് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വീണ്ടും ഭക്തരെ ഞാൻ ശ്രീ ഗുരുവാലയത്തിലേക്ക് സ്വാഗതം.